ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു 2 ഉരുളക്കിഴങ്ങിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ കിഴങ്ങ് എടുക്കുന്നത്, നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് കിഴങ്ങ് എടുക്കുമ്പോൾ ആ ഒരു അളവിനെ കൂട്ടിയും കുറച്ചൊക്കെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കറക്റ്റാക്കി എടുക്കുക. ഇനി അടുത്തതായി ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉടച്ചു വെച്ചിരുന്ന ആ ഒരു കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ഞാൻ മുഴുവൻ പെരുംജീരകം 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം ഈ ഒരു കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് വെള്ളത്തിന്റെ അംശം പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം നമുക്ക് നനവ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഇത് കുഴച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൽ കിഴങ്ങിന്റെ ആ ഒരു നനവ് പോരാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തെടുത്താൽ മാത്രമേ കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ല. കറക്റ്റായിട്ടുള്ള പരുവായിട്ടുണ്ട്. നമുക്കിത് ഏത് ഷേപ്പിലാണോ റെഡിയാക്കി എടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോർഡിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു മാവ് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഒരുപാട് നല്ല നൈസായിട്ട് പരത്തരുത്, കുറച്ച് കട്ടി വേണം. ഈ ഒരു പരുവത്തിലൊന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാക്കിയതിന് ശേഷം അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷേപ്പിൽ കിട്ടും. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ വേണ്ടത്, എങ്ങനെയാണോ റെഡിയാക്കി എടുക്കേണ്ടത് അതുപോലെ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു പകുതി കുക്കായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് എല്ലാം ഒരേ പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിലേ എല്ലാം ഒരേപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.